Hi my dear students, welcome to MTM Campus Education Channel. This is Faushiba PKM, Assistant Professor, Department of Management Studies. Today, let's begin one of the important papers in 4th semester BBA, that is Quantitative Techniques. Actually, this is purely a statistics and mathematics based paper, and to an extent it's a continuation of basic numeric skills. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിൾ ഒരു പേപ്പറാണ്. കുറച്ചേ പഠിക്കാനുള്ളൂ, പക്ഷേ ഒന്ന് സൂക്ഷിച്ച് ചെയ്താൽ കഴിയാവുന്ന പേപ്പറേ ഉള്ളൂ. നമ്മൾ അക്കൗണ്ടിങ് ഒക്കെ ചെയ്ത പോലെയോ മറ്റ് കോസ്റ്റ് അക്കൗണ്ടിങ്ങും മറ്റേത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഒക്കെ പോലെ വളരെ കഷ്ടപ്പെട്ട് ഇരുന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാൽ, കുറച്ച് ഫോർമുലാസ് പഠിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് പാസ്സാകാൻ പറ്റുന്നൊരു പേപ്പറാണ് ഈ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ സിലബസ് ഒന്ന് നോക്കാം. ജസ്റ്റ് എന്തൊക്കെയാണ് ഈ സെമസ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ പലതും നമ്മൾ മുന്നേ പഠിച്ചതാണ്, +1-നും +2-നായിട്ടും. അതിപ്പോൾ സയൻസ് എടുത്തവരാവട്ടെ ഹ്യൂമാനിറ്റീസ് എടുത്തവരാവട്ടെ, അവരൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സും 10ാം ക്ലാസ്സിൽ മാത്സൊക്കെ പഠിച്ചിട്ടില്ലേ, അതിൻ്റെ ഒക്കെ ഒരു ചെറിയൊരു ഭാഗം അത്രയേ ഉള്ളൂ. ഇനി ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും നമുക്ക് ഇന്ന് മുതൽ അങ്ങ് പഠിച്ച് തുടങ്ങാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ സിലബസ് ഞാൻ BComൻ്റെയും BBAൻ്റെയും ഒരുമിച്ച് കൊടുത്തു എന്ന് മാത്രം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ, അതിവിടെ പെട്ടിട്ടില്ല. 30% തിയറിയും 70% പ്രോബ്ലമാണ് ഇതിൽ നമുക്ക് ചോദിക്കാറ്. ഓക്കെ, ആസ് യൂഷ്വൽ 5 modules ആണുള്ളത്. ഫസ്റ്റ് മൊഡ്യൂൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്താണ്, അതിൻ്റെ നീഡ്സ് എന്താണ്, അതിൻ്റെ അപ്ലിക്കേഷൻ എന്താണ്, ലിമിറ്റേഷൻസ് എന്താണ്, ഡെഫിനിഷൻ എന്താണ്, ഏതൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ, ഇതൊന്നും കൂടുതലില്ല. ഇന്ന് നമ്മൾ മീനിങ്, ഡെഫിനിഷനും ക്ലാസിഫിക്കേഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അതേപോലെ തന്നെ QT-യും മറ്റ് അതർ ഡിസിപ്ലിൻ, അതേപോലെ തന്നെ അപ്ലിക്കേഷൻ ഓഫ് QT ഇൻ ബിസിനസ് ആൻഡ് ലിമിറ്റേഷൻ, ഇത് രണ്ടും കൂടി നമുക്ക് മൊത്തം ഒരു 3 ക്ലാസ് കൊണ്ട് തീർക്കാവുന്ന സംഭവങ്ങളെ ഇതിനകത്തുള്ളൂ. അപ്പോൾ അത് ബേജാറില്ല. അപ്പോൾ 5 modules ആണുള്ളത്. ഫസ്റ്റ് മൊഡ്യൂൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള തിയറി പാർട്ടുമാണ്. സെക്കൻഡ് മൊഡ്യൂൾ വരുന്നത് ടൈം സീരീസ് ആൻഡ് ഇൻഡെക്സ് നമ്പേഴ്സ്. വളരെ ബേസിക് ആയിട്ടുള്ള സിമ്പിൾ സംഭവങ്ങളെ ഇതിനകത്ത് വരുന്നുള്ളൂ. യൂട്ടിലിറ്റി കോമ്പണൻസ് ഓഫ് ടൈം സീരീസ്, മെഷർമെൻറ്റ് ഓഫ് ട്രെൻഡ്സ് ഒക്കെ വളരെ ലീസ്റ്റ് സ്ക്വയർ, പ്രോബബിലിക് ട്രെൻഡ്സ് ആൻഡ് ലോഗരിതം ട്രെൻഡ്സ്, ഇതൊക്കെ സിമ്പിളാണ് കേട്ടോ. അതൊന്നും പേര് കേട്ടിട്ട് ഒന്നും ടെൻഷൻ അടിക്കേണ്ട സംഭവങ്ങളേ ഇല്ല. അതേപോലെ തന്നെയാണ് ഇൻഡെക്സ് നമ്പറും. ഇൻഡെക്സ് നമ്പർ പല കുട്ടികളും മാത്തമാറ്റിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ മെത്തേഡ്സ്, പിന്നെ ഇൻഡെക്സ് നമ്പർ, അതിൻ്റെ വെയ്റ്റഡ് ആൻഡ് അൺവെയ്റ്റഡ് ഇൻഡെക്സ്ഡ്, ടെസ്റ്റ് ഓഫ് ആഡിക്വസി ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്, അത് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ചെയിൻ ഇൻഡെക്സ് നമ്പേഴ്സ്, അങ്ങനെ കുറച്ച് സംഭവങ്ങളാണ് ടൈം സീരീസും ഇൻഡെക്സ് നമ്പേഴ്സിലും വരുന്നത്. അത് കുറച്ച് ഒരു 10-15 ക്ലാസ് നമുക്ക് ചെയ്യാനുണ്ടാവും. വലുതെന്നല്ല, ഒരു പ്രോബ്ലം ഉണ്ട്, തിയറി ഉള്ള ഒരു ഭാഗമാണ്. അടുത്തതാണ് കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ അനാലിസിസ്. ഇതിലെ ഏറ്റവും എളുപ്പമുള്ള ഒരു പ്രോബ്ലം ഏരിയ ആണ് ഈ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ അനാലിസിസ്. ഫോർമുല പഠിക്കുക, അപ്ലൈ ചെയ്യുക. 2 ഫോർമുല ആകെ ഈ കോറിലേഷൻ ആൻഡ് റിഗ്രഷനിൽ പഠിക്കാനുള്ളൂ മെയിനായിട്ട്. ആ രണ്ടിനും ഒരു കണക്ഷൻ ഉണ്ട്, രണ്ടും വളരെ ഈസിയാണ്. ഓക്കെ, കോറിലേഷൻ എന്താണ്? റിലേഷൻഷിപ്പാണ്, 2 വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അപ്പോൾ ആ കോറിലേഷനും അതിൻ്റെ മീനിങ്, സിഗ്നിഫിക്കൻസ്, ടൈപ്സ്, മെത്തേഡ്സ് ഒക്കെയാണ്. അതിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ, സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ. ഇത് രണ്ടും പരീക്ഷയ്ക്ക് മാറി മാറി ചോദിക്കാറുണ്ട്. അടുത്തതാണ് റാങ്ക് കോറിലേഷൻ, ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. പിന്നെ റിഗ്രഷൻ ആണ്. ആ റിഗ്രഷൻ തന്നെ, റിഗ്രഷനും കോറിലേഷനും ബന്ധമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ റിഗ്രഷനും കോറിലേഷനും തമ്മിലുള്ള ഡിഫറൻസ്, പിന്നെ ലീനിയർ റിഗ്രഷൻ, പിന്നെ ഡിസിഷൻസ് X/Y, Y/X, പിന്നെ സ്റ്റാൻഡ് എറേഴ്സ് ഓഫ് എസ്റ്റിമേഷൻ. ഇത്
വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കേൾപ്പിക്കുക, ഈ പേരുകളൊന്ന് കേൾപ്പിക്കുക, അത്ര മാത്രമേ ഞാൻ ഇന്ന് ഉദ്ദേശിച്ചിട്ടുള്ളൂ. അടുത്തതാണ് മൊഡ്യൂൾ 4 പ്രോബബിലിറ്റി തിയറി. ആ പ്രോബബിലിറ്റി തിയറി ഒരുപാട് കുട്ടികൾ പലപ്പോഴായിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഇതും കുറച്ച് എളുപ്പമാണ് ആക്ച്വലി. ഇത് വളരെ അധികം ചിലപ്പോൾ ഇൻഡയറക്റ്റായിട്ട്, ചെറിയ രീതിയിൽ ഇൻഡയറക്റ്റായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഈ പ്രോബബിലിറ്റി. അത് നമ്മൾ പ്രോബ്ലമൊക്കെ ഇങ്ങനെ ചെയ്തു വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് വന്നാലും ഇൻഡയറക്റ്റ് വന്നു കഴിഞ്ഞാലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഇപ്പോൾ പറയണത് എന്തിനാണെന്ന് വെച്ചാൽ ഓരോന്നിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ചാപ്റ്റേഴ്സ് എടുക്കുമ്പോൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അപ്പോൾ പ്രോബബിലിറ്റി കോൺസെപ്റ്റ് ഡിഗ്രിക്കും PGക്കും ഇനി എവിടെയൊക്കെ സ്റ്റാറ്റിയോ ക്യൂട്ടിയോ പഠിക്കുന്നുണ്ടോ അവിടെയൊക്കെ നമ്മൾക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു മസ്റ്റ് ലേൺ ചെയ്യേണ്ട ഒരു ഏരിയയാണ് പ്രോബബിലിറ്റി. അതേപോലെ തന്നെയാണ് കോറിലേഷനും റിഗ്രഷനും. എന്നാലും പ്രോബബിലിറ്റി ഒരുപാട് ചോദിക്കാറുണ്ട്. അപ്പോൾ പ്രോബബിലിറ്റി എന്താണ്, അതിൻ്റെ മീനിങ്, ഡെഫിനേഷൻ, സംഭവങ്ങളൊക്കെ, പിന്നെ ആ പ്രോബബിലിറ്റിയുടെ തിയറംസ്. ഓക്കെ, ദെൻ അഡീഷൻ തിയറം, അതാണ് തിയറംസ്. അഡീഷൻ തിയറം, മൾട്ടിപ്ലിക്കേഷൻ തിയറം, പിന്നെ കണ്ടീഷണൽ പ്രോബബിലിറ്റി, ഇൻവേഴ്സ് പ്രോബബിലിറ്റി, ബയേഴ്സ് തിയറം. ഒരുപാട് കുട്ടികൾ കേട്ടിട്ടുണ്ടാവും ഈ ഒരു ടേം, ബയേഴ്സ് തിയറം. പിന്നെ സെറ്റ് തിയറി. അതിന് വേറൊരു സെറ്റ് നമ്മളവിടെ വേറെ പഠിച്ചിട്ടില്ല. ഓക്കെ, സെറ്റ് തിയറി. ഈ സെറ്റ് തിയറി ആയിട്ടൊരു മൊഡ്യൂളായിട്ടാണ് BComകാർക്കുള്ളത്. നമ്മൾക്ക് അതിൻ്റെ ഒരു ഭാഗമാണ് സെറ്റ് തിയറി. മീനിങ് ഓഫ് സെറ്റ്, സെറ്റ് ഓപ്പറേഷൻ, പിന്നെ വെൻ ഡയഗ്രാം. അതും വളരെ എളുപ്പമുള്ളൊരു സംഭവമാണ് വെൻ ഡയഗ്രാം. വെൻ ഡയഗ്രാം പഠിക്കാൻ ഭയങ്കര രസമാണ്. ആ ഒരു രസത്തോട് കൂടിയിട്ട് പഠിക്കുകയാണെങ്കിൽ ഭയങ്കര രസമാണ്. ഇനി വെൻ ഡയഗ്രാം പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് PSC ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ആ ഒരു രീതിയിലൊക്കെ ചിന്തിക്കാം. അപ്പോൾ നെക്സ്റ്റ് മൊഡ്യൂൾ 5 എന്ന് പറയുന്നത് തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷനാണ്. പേര് തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും അതിനകത്തും ചെറിയ പ്രോബ്ലംസ് ഉണ്ട് കേട്ടോ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, ബേസിക് അസംഷൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും, ദെൻ ഫിറ്റ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പേര് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ, ക്യാരക്ടറിസ്റ്റിക്സ്, ഫിറ്റിങ്സ് ഓഫ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ, അതേപോലെ തന്നെ പ്രോപ്പർട്ടീസും, നോർമൽ കർവ്, സ്റ്റാൻഡേർഡ് നോർമൽ കർവ്. ഇതും പഠിക്കാനായിട്ട് രസമാണ്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ ഇതുവരെ കേൾക്കാത്ത പേരൊക്കെ കേട്ടിട്ട് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്നൊക്കെ കേട്ടിട്ട് വലിയ ബേജാറാവേണ്ട കാര്യമില്ല. ഒക്കെ BNS ഒക്കെ പഠിച്ച കുട്ടികൾക്കാണെങ്കിൽ ഇത് വെരി സിമ്പിൾ, പുഷ്പം പോലെ ജയിക്കാവുന്ന ഒരു പേപ്പറേ ഉള്ളൂ. അപ്പം എന്താവട്ടെ, ഞാനിന്ന് വെറും അതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഒരു ഭാഗം മാത്രമേ എടുക്കണുള്ളൂ. ഇതൊന്ന് നോർമൽ ക്ലാസ്സിലാണെങ്കിൽ നിങ്ങൾക്കിത് ഓരോന്നും എന്താണെന്ന് ഞാൻ വിശദീകരിച്ച് തരുമായിരുന്നു. പക്ഷേ ഇത് തന്നെ കേട്ടിട്ട് ഇപ്പം നിങ്ങൾക്ക് കിളി പോയിട്ടുണ്ടാവും. കാരണം പലപ്പോഴും നമ്മൾ കേൾക്കാത്ത പുതിയ പുതിയ വാക്കുകളാവുന്നതുകൊണ്ട്. അതുകൊണ്ടൊന്നൊരു പ്രശ്നമല്ല, പുതിയ വാക്കുകളാണെന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾക്ക് ഈസി ആയിട്ട് ഡീൽ ചെയ്യാവുന്നതേ ഉള്ളൂ. എങ്കിൽ നമുക്ക് നമ്മുടെ ഇതിലേക്ക് കടക്കാം. എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്? അതിൻ്റെ ഡെഫിനിഷൻ എന്നിവിടെ ഹെഡിങ് കൊടുത്തെങ്കിലും മീനിങ്ങും ഡെഫിനിഷനും ഒക്കെ തന്നെ ഞാൻ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വൈറ്റൽ ഡിസിഷൻ മേക്കിങ്ങിനെ, ഒരു മാനേജ്മെൻറ്റിനെ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചില സ്റ്റാറ്റിസ്റ്റിക്കൽ, സയൻറ്റിഫിക്, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, QT എന്ന് പറയുന്നത്. ഡിസിഷൻ മേക്കിംഗ് വളരെ വൈറ്റൽ ക്രൂഷ്യലായ ഡിസിഷൻ മേക്കിംഗ് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾക്കൊരു ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥാപനത്തിനെ, ഡിസിഷൻ മേക്കേഴ്സിനെ അല്ലെങ്കിൽ ടോപ്പ് അതോറിറ്റിയെ, മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചില പ്രോഗ്രാംസ്, ചില മെത്തേഡ്സ്, ചില ഡിസിഷൻ മേക്കിംഗ് സ്ട്രാറ്റജീസ് ഒക്കെയാണ് ഏതിൽ വരുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. വളരെ സിമ്പിളായിട്ട് പറയാം. ഇനി ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആർ ദോസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് പ്രോഗ്രാമിംഗ് ടെക്നിക്സ്
ഇറ്റ്സ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ, ഞാൻ ആദ്യമേ പറഞ്ഞു മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, പ്രോഗ്രാം, ഇതൊക്കെയാണ് 3 ടെക്നിക്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. പ്രോഗ്രാമിംഗ് ഓർ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക് which help decision makers solve many problems, especially those concerning business and industry. ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രിയെ റിലേറ്റ് ചെയ്തിട്ടുള്ള പലതരത്തിലുള്ള പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി സയൻറ്റിഫിക് ആൻഡ് പ്രോഗ്രാം ടെക്നിക്സ് ഉപയോഗിച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ചില മെത്തേഡ്സാണ്, ചില ഡിസിഷൻ മേക്കിംഗ് സ്ട്രാറ്റജിയാണ് quantitative techniques. Okay, quantitative techniques are those techniques that provide the decision makers with a systematic and powerful means of analysis based on quantitative data. Point to be noted, based on quantitative data for achieving predetermined goals. Okay, വേറൊരു രീതിയിൽ പറയുന്നു, ഒരു സ്ഥാപനത്തിൻ്റെ പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള, മുൻകൂട്ടി നമ്മൾ നിശ്ചയിച്ച് ഉറപ്പിച്ച് വെച്ചിട്ടുള്ള ഗോൾസ് അത് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഒരു സ്ഥാപനത്തിലെ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയെ ബേസ് ചെയ്തുകൊണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു സംഭവമാണ്, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ ഒരു സ്ഥാപനത്തിന് ഡിസിഷൻ മേക്കിങ്ങിൽ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് സയൻറ്റിഫിക് അപ്രോച്ചാണ് ഉപയോഗിക്കുന്നത്, റാദർ ദാൻ ക്വാളിറ്റേറ്റീവ് ഓർ കൺവെൻഷണൽ അപ്രോച്ച്. വെറും ക്വാളിറ്റേറ്റീവ് അല്ല, അതേപോലെ എന്തല്ല, കുറച്ച് കൺവെൻഷണൽ ആയിട്ടുള്ള മെത്തേഡ്സും അല്ല, പകരം സയൻറ്റിഫിക്കും ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഡാറ്റ അനാലിസിസ്, അതാണ് എന്തെന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. അതൊരു ടെക്നിക്സ് ആണ്, അത് ഡിസിഷൻ മേക്കേഴ്സിന് സിസ്റ്റമാറ്റിക് ആയിട്ടും പവർഫുള്ളായിട്ടും ഒരു ഡാറ്റയെ ക്വാണ്ടിറ്റേറ്റീവ് വേയിൽ, ക്വാളിറ്റേറ്റീവ് അല്ല കേട്ടോ, ക്വാളിറ്റേറ്റീവ് വേയിലല്ല, ക്വാണ്ടിറ്റേറ്റീവ് വേയിലാണ്. എന്ത് ക്വാളിറ്റേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എന്താ പറയുക, ഇത് ന്യൂമറിക്കലാണ്, അത് ക്വാണ്ടിറ്റേറ്റീവ്, നമുക്ക് മെഷർ ചെയ്യാവുന്ന രീതിയിൽ, അളക്കാവുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്ന അതിനെ വിലയിരുത്തുക. അതിലൂടെ നമ്മൾക്കൊരു സ്ഥാപനത്തിൻ്റെ പ്രീ ഡിറ്റർമിൻ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യുക. അതൊക്കെ കേട്ടിട്ട് ആകെ കിളി പോണ്ട, ഏറ്റവും സിമ്പിളായിട്ട് ഇത്രയുമേ പറഞ്ഞിട്ടുള്ളൂ. ഒരു സ്ഥാപനത്തിൻ്റെ പവർഫുൾ ഡിസിഷൻ മേക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ആ ടെക്നിക്കിൽ പ്രധാനമായിട്ടും അവൈലബിളായ ഡാറ്റയെ ക്വാണ്ടിറ്റേറ്റീവ് വേയിൽ, സയൻറ്റിഫിക് വേയിൽ, അതേപോലെ തന്നെ പ്രോഗ്രാംഡ് ടെക്നിക്സ് ഉപയോഗിച്ച്, സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ഉപയോഗിച്ച് അതിനെ അനലൈസ് ചെയ്യുന്നു. എന്നിട്ട് ഫൈനലി ഒരു സൊല്യൂഷനിലേക്കും ഒരു ഡിസിഷനിലേക്കും എത്തിച്ചേരുന്നു. ഓക്കെ, ഇത്രയും മാത്രമേ എനിക്കിപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. 1-2 തവണ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഒരു ഡെഫിനേഷൻ കൂടി, ഒരു മീനിങ് തന്നെ. ദീസ് ടെക്നിക്സ് ഇൻവോൾവ് ദ യൂസ് ഓഫ് നമ്പേഴ്സ്, അതാണ് ക്വാണ്ടിറ്റേറ്റീവ് ആണെന്ന് പറയുന്നത്. ക്വാളിറ്റേറ്റീവ് എന്ന് വെച്ചാൽ ഇപ്പം ഒരു സംഭവം ഗുഡ് ഓർ ബാഡ് എന്ന് പറയുന്നത് എന്താ പറയുക, ഇത് ഇഫക്റ്റീവാണ് അല്ലെങ്കിൽ ഇഫക്റ്റീവ് അല്ല, ഇത് ക്വാളിറ്റേറ്റീവ് ആണ്. ഇവിടെ അങ്ങനെയല്ല, പകരം ഇവിടെ അതാണ് ക്വാളിറ്റേറ്റീവ് എന്ന് പറയുന്നത്. നല്ലത്, ചീത്തത്, യൂസ്ഫുൾ ആയത്, യൂസ്ഫുൾ അല്ലാത്തത്, പിന്നെ അതൊക്കെയാണ് ക്വാളിറ്റേറ്റീവ് എന്ന് പറയുന്നത്. ഇവിടെ എങ്ങനെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്, നമ്പേഴ്സ്, സിമ്പിൾസ്, മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ്, അതേപോലെ തന്നെ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ ഡാറ്റ അനലൈസ് ചെയ്യുന്നതും ഒരു ജഡ്ജ്മെൻറ്റിലേക്ക് എത്തുന്നതും. അതർ എലമെൻറ്റ്സ് ഓഫ് ക്വാണ്ടിറ്റീസ് ആൻഡ് സെർവ്സ് ആസ് സപ്ലിമെൻറ്റ് ടു ജഡ്ജ്മെൻറ്റ് ആൻഡ് ഇൻഡ്യൂഷൻസ് ഓഫ് ദ ഡിസിഷൻ മേക്കേഴ്സ്. ഡിസിഷൻ മേക്കേഴ്സിന് ജഡ്ജ് ചെയ്യാവുന്ന രീതിയിൽ ഇൻഡ്യൂഷൻ, എന്താ ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത്, ഒരു ഉൾവിളി എന്ന് പറയില്ല നമ്മൾ, അതന്നെ ജഡ്ജ്, അതായത് ഭാവി എന്താണോ ആ ഭാവിയിലേക്ക് നടത്താൻ പോകുന്ന ഒരു കാര്യത്തിൻ്റെ തീരുമാനം ഇപ്പം നമ്മൾ എടുക്കുകയാണ്. അപ്പം നമ്മൾക്ക് എന്ത് ചെയ്യണം, ഫോർവേഡ് ലുക്കിംഗ് വേണം, മുൻകൂട്ടി കാണാൻ കഴിയണം, പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയണം. ഓക്കെ, അതേപോലെ തന്നെ പല കാര്യങ്ങളെയും വിലയിരുത്താൻ, ജഡ്ജ്മെൻ്റലി അനലൈസ് ചെയ്യാൻ കഴിയണം. ഇതൊക്കെ നമ്മൾ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആണ്. അതിൽ നമ്മൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്, അതിനു വേണ്ടി നമ്മൾ മാത്തമാറ്റിക് എക്സ്പ്രഷൻസും നമ്പേഴ്സും സിമ്പിൾസൊക്കെയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ വളരെ ബേസിക്കായ മീനിങ്സ് മാത്രമേ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൂ. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ ഞാൻ പറഞ്ഞു
3 ക്ലാസിഫിക്കേഷൻസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു 3 ആണ്. ഒന്ന് മാത്തമാറ്റിക്കൽ ടെക്നിക്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ആൻഡ് പ്രോഗ്രാമിംഗ് ടെക്നിക്സ്. പ്രോഗ്രാമിംഗ് ടെക്നിക്സിന് വേറെ പറയുന്ന ഒരു പേരാണ് ഓപ്പറേറ്റിംഗ് റിസർച്ച് എന്നും പറയും. ഓക്കെ, മാത്തമാറ്റിക്കൽ ഇതൊക്കെ പേര് പലതും നമ്മൾ കേട്ടിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇപ്പോൾ ഇനി ചിലത് കേൾക്കാത്തത് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ ഈ സംഭവം, ഈ ക്ലാസിഫിക്കേഷൻ ഇങ്ങനെ നമുക്കൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട് എന്നുള്ളൂ. അല്ലാതെ ഇത് ഓരോന്നും വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് പഠിക്കാനില്ല. അതിലിപ്പോൾ സെറ്റ്, ഇൻഡെക്സ് നമ്പറും ലീനിയർ പ്രോഗ്രാമിംഗ് ഒക്കെ നമുക്ക് ഇതിലൊന്ന് എന്താ പറയുക, കോറിലേഷനും റിഗ്രഷനും ഒക്കെ ചില ക്ലാസിഫിക്കേഷൻ നമ്മളിവിടെ പഠിക്കാൻ ആസ് പെർ സിലബസ് ഉണ്ടെന്ന് മാത്രം. ഇത് മുഴുവനൊന്നും നമ്മൾക്ക് പേര് എന്താന്ന്, ഓരോന്ന് ഏത് മാത്തമാറ്റിക്കൽ ആണോ സ്റ്റാറ്റിസ്റ്റിക്കൽ ആണോ പ്രോഗ്രാമിംഗ് ആണോ എന്നൊന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അപ്പോൾ പ്രധാനമായിട്ടും ഇതൊന്നല്ലാതെ പിന്നെയും ഉണ്ടാവും കേട്ടോ. അപ്പോൾ പരമാവധി ഉൾക്കൊള്ളിക്കാൻ പറ്റിയൊക്കെ ഉൾക്കൊള്ളിപ്പിച്ചിട്ടുണ്ട്. മാത്തമാറ്റിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, എന്താ പറയുക, നമ്മുടെ മാത്തമാറ്റിക്കൽ ടെക്നിക്സ് ഉപയോഗിച്ചിട്ട്, അതായത് ദ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ആർ യൂസ്ഡ് അലോങ് വിത്ത് ദ പ്രിൻസിപ്പിൾസ് ഓഫ് മാത്തമാറ്റിക്സ്. അതായത് ഈ മാത്തമാറ്റിക്സിൻ്റെ പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ച്, ടെക്നിക്സ് ഉപയോഗിച്ച് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് നടത്താം. അതിൽ പ്രധാനമായിട്ടും പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ, അതൊരു മാത്തമാറ്റിക്കൽ ടെക്നിക്സ് ആണ്. സെറ്റ് തിയറി, മെട്രിക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ദെൻ സെറ്റ് തിയറി നമുക്കിവിടെ പഠിക്കാനുണ്ട്. ഡിറ്റർമിനൻസ്, അതേപോലെ തന്നെ ഡിഫറൻഷിയേഷൻ, അത് നിങ്ങൾ BNS പഠിച്ചിട്ടുണ്ട്. ഇൻ്റഗ്രേഷൻ പഠിച്ചിട്ടുണ്ട്. ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, ഇതൊക്കെയാണ് പേര് അറിഞ്ഞിരുന്നാൽ മതി. ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ്, ഇതാണ് ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ ഇവിടെ പഠിക്കാൻ വേണ്ടി പോണതും പലതും പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇനി അടുത്ത സെമസ്റ്ററിലൊക്കെ ആയിട്ട് പഠിക്കുകയും ചെയ്യും. ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യുക. സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ, ഒരു ഡാറ്റ അനാലിസിസ് മുതൽ അതിൻ്റെ ഫൈനൽ ജഡ്ജ്മെൻറ്റ് ഇൻ്റർപ്രിട്ടേഷൻ വരെയുള്ള ഒരുപാട് സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് ഡിസിഷൻ മേക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന ഡാറ്റ അനാലിസിസ് മുതൽ ഇൻ്റർപ്രിട്ടേഷൻ വരെയുള്ള കുറച്ച് സംഭവങ്ങളാണ്. അപ്പോൾ അതിൽ പലതും ഉണ്ട്. അതിൽ ഫസ്റ്റ് തന്നെ വരുന്ന ഡാറ്റ കളക്ഷനാണ്. കളക്ഷൻ ഓഫ് ഡാറ്റ, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, ടാബുലേഷൻ, മെഷർമെൻറ്റ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മീൻ, മീഡിയം, മോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടില്ല. അതാണ് മെഷർമെൻറ്റ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. പിന്നെ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോവാണ്. ഇൻ്റർപൊലേഷൻ ആൻഡ് എക്സ്ട്രാപൊലേഷൻ, അതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കാണ്. ഇൻഡെക്സ് നമ്പേഴ്സ് നമുക്ക് പഠിക്കാൻ പോകുന്നുണ്ട്. ടൈം സീരീസ് അനാലിസിസ് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ ഇപ്പം നിങ്ങൾക്ക് പഠിക്കാനില്ല. റേഷ്യോ അനാലിസിസ് നിങ്ങൾ ഏതിൽ പഠിച്ചിട്ടുണ്ട്, പിന്നെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പ്രോബബിലിറ്റി ആൻഡ് സാമ്പിളിംഗ്, അത് നമ്മളിപ്പോൾ ഇതിൽ പഠിക്കും. പ്രോബബിലിറ്റി ഇവിടെ പഠിക്കും. സാമ്പിളിങ് 5th സെമ്മിൽ പഠിക്കും. അനോവ, അനാലിസിസ് ഓഫ് വേരിയൻസ്, അതും 5th സെമ്മിൽ പഠിക്കും. നിങ്ങൾ ചിലപ്പോൾ ഏതിൽ പഠിച്ചിട്ടുണ്ടാവും, BNS പഠിച്ചിട്ടുണ്ടാവും, എനിക്ക് ഓർമ്മയില്ല. തിയറി ഓഫ് ആട്രിബ്യൂട്ട്സ്, ഇതൊന്നല്ലാതെ ഇനിയും ഉണ്ട് കേട്ടോ, പേര് മനസ്സിലാക്കിയാൽ മതി. അടുത്താണ് പ്രോഗ്രാമിംഗ് ആണ്, ലീനിയർ പ്രോഗ്രാമിംഗ്. ഈ പ്രോഗ്രാമിങ്ങിൻ്റെ വേറൊരു പേരാണ് ഓപ്പറേഷണൽ റിസർച്ച് എന്ന് പറയുന്നത്. ഇത് ഭയങ്കര ഹൈ ലെവലിലുള്ള ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ലീനിയർ പ്രോഗ്രാമിംഗ്, ക്യൂയിങ് തിയറി, ഇൻവെൻ്ററി തിയറി, ഗെയിമിംഗ് തിയറി, സിമുലേഷൻ, നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗ് എക്സെട്ര കുറേ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ ഒരു ക്ലാസ്സിന് വേണ്ടി ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾക്ക് ആകെ മനസ്സിലാക്കേണ്ടത് എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. ഏറ്റവും സിമ്പിളായി ഉപയോഗിക്കാനുള്ള എന്താണ്, എ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ ഓർ ടെക്നിക്സ് which is used to solve the decision making, used to solve different problems faced by an organization, a business or industry. ഒരു സ്ഥാപനത്തിൽ ഫേസ് ചെയ്യുന്ന വ്യത്യസ്തമായ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സും മാത്തമാറ്റിക്കൽ ടെക്നിക്സും പ്രോഗ്രാമിംഗ് ടെക്നിക്സൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന ഒരു ടെക്നിക്കാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. ഇവിടെ
ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ് ആണ് റാദർ ദാൻ ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ്. അതിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ആ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തതാണ് എന്തെന്ന് പറഞ്ഞിട്ടുള്ളത്, മാത്തമാറ്റിക്കൽ ടെക്നിക്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ആൻഡ് പ്രോഗ്രാമിംഗ് ടെക്നിക്സ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് തുടങ്ങിയെന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ നമുക്ക് പറയാം. പേരുകൾ കേട്ട് ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, താങ്ക് യു.